ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു കുഞ്ഞീസ് ലിഷ ടൈം. നമുക്കിന്നൊരു നല്ല ചീര അവിയൽ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചീരവിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാം. ഈ ചീരത്തണ്ടൊക്കെ നന്നായിട്ട് വേവേണ്ടതായതുകൊണ്ട് നമുക്കിങ്ങനെ തണ്ടുകളും ചക്കക്കുരുവും മുരിങ്ങയ്ക്കയെല്ലാം ഇട്ട് ആദ്യം വേവിക്കാം. ആദ്യം ചക്കക്കുരു ഇട്ടു, മുരിങ്ങയ്ക്ക ഇട്ടു, ഉള്ളി ഇട്ടു, ഒരു കൊണ്ട് മാങ്ങ ഇട്ടു, ഒരു പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കഷ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇച്ചിരി ഇടാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്ക് വേവിക്കാൻ വെക്കാം, മൂടി വെക്കാം. ചീരത്തണ്ടും ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും ഒരു ചെറിയ കൊന്ത് മാങ്ങയും 2 പച്ചമുളകും 2-3 കറിവേപ്പിലയും എല്ലാം കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അത് വേവിക്കാൻ നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് കഷ്ണം എന്തോന്ന് നോക്കാം. മുരിങ്ങയ്ക്കയും ചീരത്തണ്ടും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം. നല്ല ജീരകവും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും 2 കറി ലീഫും എല്ലാം കൂടെ അരച്ചെടുത്തതാണിത്. നന്നായിട്ടല്ല, ഒരുവിധം ചായച്ചെടുത്തതാണ്. ഇത് നമുക്കതിലേക്ക് മിക്സ് ചെയ്യാം. നമുക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അവിയലിൻ്റെ ഫൈനൽ ടച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കീറിയിടാം. അവിയലിൽ കറിവേപ്പിലയും വെളിച്ചെണ്ണ, ഇത് ആട്ടെണ്ണയാണ്, അത് കാരണം നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മുടെ ചീര അവിയൽ റെഡി. കണ്ടോ, ചീര അവിയൽ.
തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയിൽ അവിയലുണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റായിരിക്കും. കടയിൽ നിന്ന് മേടിക്കുന്ന കവറിനല്ല, ഇത് ഒന്നാന്തരം തേങ്ങ ആട്ടിയ എണ്ണയാണിത്. അതനുസരിച്ചുള്ള ടേസ്റ്റും ഉണ്ട് ഇതിന്. താങ്ക് യു ഫോർ വാച്ചിങ്.